ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈശോ ദൈവമാണെന്ന്, വെറും ദൈവപുത്രനല്ല, ദൈവമാണെന്ന് ഏറ്റവും ആദ്യമായും വ്യക്തമായും സ്പഷ്ടമായും തിരിച്ചറിഞ്ഞതും വിളിച്ചതും തോമാസ് ലീഗയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈ രണ്ട് വാക്കുകൾ ഒരുമിച്ച്, ഇതിനേക്കാൾ വലിയ വിശ്വാസ പ്രഖ്യാപനം ബൈബിളിൽ ഇല്ല. ആ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഈശോയെ വിളിക്കുന്നത് തോമാസ് ലീഗയാണ്. കർത്താവെന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, മനുഷ്യപുത്രൻ എന്നുള്ള കർത്താവിന്റെ വായിൽ നിന്നാണ് വരുന്നത്. റബ്ബി എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവും ദൈവവുമായവൻ ഈശോയാണ് എന്ന് രണ്ടും, ഈ കർത്താവും ദൈവം എന്നുള്ള വാക്ക് ഈശോയെ നോക്കി ആദ്യമായി പറഞ്ഞതും സ്പഷ്ടമായി പറഞ്ഞതും അവൻ ദൈവവും കർത്താവുമാണെന്ന് തിരിച്ചറിഞ്ഞതും തോമാസ് ലീഗയാണ്. പത്രോസ് എന്താ പറഞ്ഞത്? നീ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതില് നീ ക്രിസ്തുവാണെന്നാണ് മർക്കോസ് എഴുതിയത്. നീ ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന് ലൂക്കാസ് എഴുതി. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് മത്തായി എഴുതി. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നീ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതാണ് മൊത്തത്തിൽ വന്നാല്. മറ്റ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം താഴെയാണ്. മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട ഈശോയാണെന്ന്, ഈശോ ദൈവമാണെന്ന്, കർത്താവാണെന്ന് ഏറ്റവും വ്യക്തമായി ആവിഷ്കരിച്ചത്, സ്പഷ്ടമായി പ്രഖ്യാപിച്ചത്, ആദ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ തോമാസ് ലീഗയാണ്. എന്ന് വെച്ചാൽ സ്രഷ്ടാവായ ദൈവത്തെയാണ് എലോഹിം എന്ന് പറയുക, ദൈവം എന്ന് പറയുക, സ്രഷ്ടാവായ ദൈവം. ആ ദൈവം മനുഷ്യരുമായി ഇഴയടുപ്പമുള്ള ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് യാഹ്വേ എന്ന് പറയും. അത് ദൈവത്തിന്റെ പേരും കൂടിയാണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് യാഹ്വേ എന്ന വാക്കിന്റെ ഒരർത്ഥം. യാഹ്വേ എന്ന നാമത്തിന്റെ ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സ്രഷ്ടാവായ ദൈവം മനുഷ്യരുമായി ഇടയടുപ്പമുള്ള ബന്ധത്തിൽ, ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്ന യാഹ്വയാണ്, അവനാണ് ആ ദൈവവും കർത്താവുമായവൻ, യാഹ്വയുമായവൻ നസറത്തിലെ ഈശോയാണ് എന്ന് തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചതും നമ്മുടെ പിതാവായ തോമാസ് ലീഗയാണ്. തോമാസ് ലീഗ യഹൂദനായിരുന്നു. ഈ യഹൂദന്മാർ എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന ക്ഷേമ പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? ഈ നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങളാണ്. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹേനു, യാഹ്വേ എഹാദ്, വ് അഹബ് താ എത്ത യാഹ്വേ എലോഹേഖ, ബഖാൽ ല് ബാബ്ഖ, വുബ്ഖാൽ നെഫഷ്ഖ, വുബ്ഖാൽ മ് ഒദേഖ. അങ്ങനെയാണ് ഹീബ്രുവില്. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹേനു, യാഹ്വേ എഹാദ്, വ് അഹബ് താ എത്ത യാഹ്വേ എലോഹേഖ, ബഖാൽ ല് ബാബ്ഖ, വുബ്ഖാൽ നെഫഷ്ഖ, വുബ്ഖാൽ മ് ഒദേഖ. ക്ഷേമ ഇസ്രായേൽ, ഓ ഇസ്രായേലെ കേൾക്കുക. യാഹ്വേ എലോഹേനു, യാഹ്വേ എഹാദ്, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. വ് അഹബ് താ എത്ത യാഹ്വേ എലോഹേഖ, നിന്റെ ദൈവമായ യാഹ്വയെ ബഖാൽ ല് ബാബ്ഖ, പൂർണ്ണ ഹൃദയത്തോടും, വുബ്ഖാൽ നെഫഷ്ഖ, പൂർണ്ണ മനസ്സോടും, വുബ്ഖാൽ മ് ഒദേഖ, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ക്ഷേമ ഇസ്രായേൽ പ്രാർത്ഥന. ഓ ഇസ്രായേലെ കേൾക്കുക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇത് പാടുമ്പോൾ ഈ യാഹ്വേ എന്ന് പറഞ്ഞിടത്തൊക്കെ അദോണായി എന്നാണ് പറയേണ്ടത്. ക്ഷേമ ഇസ്രായേൽ, അദോണായി എലോഹേനു, അദോണായി എഹാദ്, വ് അഹബത്ത എത്ത് അദോണായി എലോഹേഖ, ബഖാൽ ല് ബാബ്ഖ, വുബ്ഖാൽ നെഫഷ്ഖ, വുബ്ഖാൽ മ് ഒദേഖ. അതിനർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇത് എല്ലാ ദിവസവും യഹൂദന്മാർ ചൊല്ലിയിരുന്നതാണ്. ഇത് വിശ്വാസ സത്യമാണ്. ഇസ്രായേലിന്റെയും നമ്മുടെയും, യഹൂദന്മാരുടെയും നമ്മുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസ സത്യമാണിത്. ഇതിലൊരു മാറ്റവുമില്ല. എന്നാൽ ആ ഏകൻ സത്യദൈവത്തില് 3 ആളുകളുണ്ടെന്ന സത്യം, അതിൽ ഏക സത്യദൈവം പരിശുദ്ധ തൃത്വമാണെന്ന സത്യം ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചതും തോമാസ് ലീഗ എന്ന യഹൂദൻ തന്നെയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഈശോയെ നോക്കി അവൻ പറയുന്നു. ഈശോയെ നോക്കി യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ എന്ന് പഠിച്ച, വിശ്വസിച്ച തോമാസ് ലീഗ ഈശോയെ നോക്കി പറയാണ്, നീയാണ് ദൈവം, നീയാണ് യാഹ്വേ. അപ്പൊ പഴയ നിയമത്തിലെ ദൈവമായ യാഹ്വേ തീർച്ചയായിട്ടും ഉണ്ട്, അത് പിതാവ്.
ഇത് പുത്രൻ. അപ്പോൾ ഏകസത്യ ദൈവത്തിൽ തുല്യതയുള്ള 3 ആളുകളുണ്ടെന്ന സത്യം ഏറ്റവും മനോഹരമായി തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചതും തോമാസ് ലീഗയാണ്. തോമാസ് ലീഗ എന്ന യഹൂദനാണ്. ആ തോമാസ് ലീഗ ഈശോയെ നോക്കി പറയാണ്, ഹോ തയോസ് മൂ, എന്റെ ആ ദൈവമേ. തയോസ് എന്ന വാക്ക് ബൈബിളില് ദൈവപിതാവിനെയാണ് ചിഹ്നപ്പെടുത്തുന്നത്. തയോസ്, ഹോ തയോസ് എന്ന് വെച്ചാൽ ആ ദൈവം എന്നാണ് ആക്ഷരികം. ആ ദൈവം, അതായത് അനേകം ദൈവന്മാരിൽ ഒരു ദേവനല്ല, ഏകസത്യ ദൈവം. ആ വാക്ക് ഹോ തയോസ് മൂ, ഏകസത്യ ദൈവമായ ആ ദൈവമാണ് നീ എന്ന് ഈശോയോട് തോമസ് ലീഗ പറയുമ്പോൾ, അതിനോട് എന്റെ എന്ന് ചേർത്ത് പറയുമ്പോൾ, ആ ദൈവം എന്റെ ദൈവം, എന്റെ ആ ദൈവം, അതാണ് ഹോ തയോസ് മൂ എന്ന് തർജ്ജമ ചെയ്താൽ എന്റെ ദൈവം എന്ന് പറഞ്ഞ പോരാ, എന്റെ ആ ദൈവം, എന്റെ ആ ദൈവം, അതായത് ഏകസത്യ ദൈവമായിരിക്കുന്നവൻ എന്റെ ദൈവമാണെന്നാണ് അതിന്റെ അർത്ഥം. ഏകസത്യ ദൈവം, എന്റെ ആ ദൈവം എന്ന് തോമസ് ലീഗ ഈശോയെ നോക്കി പറയുമ്പോൾ അതിന് ഗാംഭീര്യം നോക്കിയേ. എന്റെ ആ ദൈവം, തോമസ് ലീഗയുടെ വൈയക്തികമായ വ്യക്തിപരമായ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈശോയുമായിട്ട്, അവന്റെ മുഖതാവിലുള്ള ബന്ധം, മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് പറയുന്നത് എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതായത് എന്റെ ആ ദൈവം, പഴയ നിയമത്തിൽ ഞാൻ പഠിച്ച, ഞാൻ ക്ഷേമ ഇസ്രായേൽ എന്ന ആ പ്രാർത്ഥനയിൽ ഞാൻ ചൊല്ലിയിരുന്ന ആ ദൈവം, യാഹ്വേ എന്ന ആ ദൈവം, അത് നീയാണ് എന്ന് തോമസ് ലീഗ ഈശോയെ നോക്കി പറയുമ്പോൾ അതിന്റെ ഗാംഭീര്യം നോക്കൂ. അത് മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മുഖതാവിലാണ്, മുഖത്ത് നോക്കിയിട്ടാണ്. അത് വൈയക്തിക ബന്ധമാണ്. ഇതിനേക്കാളും വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമോ, ഇതിനേക്കാൾ ഉന്നതമോ അഗാധമോ വിശാലമോ ആയ ഒരു വിശ്വാസ പ്രഖ്യാപനമോ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഈശോ ശരിക്കും ആരാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രഖ്യാപനമാണ് എന്റെ ആ കർത്താവേ, എന്റെ ആ ദൈവമേ. അങ്ങനെയാണ് ശരിക്കും തർജ്ജമ ചെയ്യേണ്ടത്. എന്റെ ആ കർത്താവേ, എന്റെ ആ ദൈവമേ. ഈശോയുടെ ദൈവത്വവും കർത്തൃത്വവും, അതായത് ഈശോ ദൈവമാണെന്നും ഈശോ കർത്താവാണെന്നും ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞ തോമായെ ശരിക്കും പാരമ്പര്യത്തില് ഈശോയുടെ ഇരട്ടയായി തന്നെയാണ് ചിത്രീകരിക്കണേ. ആരുടെ ഇരട്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണേ. തോമസ് ലീഗ ആരുടെ ഇരട്ട. ഇംഗ്ലീഷിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, ജേണൽ ഓഫ് ഇന്ത്യൻ തിയോളജി എന്ന് പറഞ്ഞ ഒരു ജേണൽ ഉണ്ട്. ഒരു കോളംനിസ്റ്റ് ആണ് ഞാൻ. അവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ലേഖനമാണ്. അപ്പോൾ ഈശോയുടെ ദൈവത്വവും കർത്തൃത്വവും, ഈശോയുടെ ദൈവത്വവും കർത്തൃത്വവും രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. കർത്താവാണ്, ദൈവമാണ്. ഇരട്ട സത്യം. ഈ ഇരട്ട സത്യം ആദ്യം തിരിച്ചറിഞ്ഞതും ഏറ്റവും സ്പഷ്ടമായി തിരിച്ചറിഞ്ഞതും വ്യക്തമായി പ്രഖ്യാപിച്ചതും തോമസ് ലീഗ ആയതുകൊണ്ട് ഈശോയുടെ ഇരട്ട എന്നാണ് പാരമ്പര്യത്തിൽ അവൻ അറിയപ്പെടുന്നത്. ഈശോയുടെ ഇരട്ട സത്യം, അവൻ ദൈവമാണ്, അവൻ കർത്താവാണെന്ന ഇരട്ട സത്യം ഏറ്റവും നന്നായി, ഏറ്റവും സ്പഷ്ടമായി, ഏറ്റവും ആദ്യമായി തിരിച്ചറിഞ്ഞത് തോമസ് ലീഗ ആയതുകൊണ്ടാണ് ഈശോയുടെ ഇരട്ട എന്നാണ് ചില പ്രാചീന കൃതികളിൽ തോമസ് ലീഗ വിശേഷിപ്പിക്കുന്നത്. അത് മറിയം 2 കുട്ടികളെ പറ്റിയിട്ടൊന്നുകൊണ്ടല്ല, മറിച്ച് ഈ ഈശോയിലെ ആ സത്യം അത് തിരിച്ചറിഞ്ഞത് തോമസ് ലീഗ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അവിടെയുണ്ട്. ഈശോ പൂർണ്ണമായും ദൈവമാണെന്നും പൂർണ്ണമായും മനുഷ്യനാണ്. ഇതാണ് ഈശോയുടെ മറ്റൊരു സത്യം. അവൻ ദൈവമാണ്, കർത്താവാണ്. അവൻ പൂർണ്ണമായും ദൈവമാണ്, പൂർണ്ണമായും മനുഷ്യനാണ്. ഈ ഇരട്ട സത്യം, അതായത് ഈശോ എന്ന ആള് പൂർണ്ണമായും ദൈവമാണ്, പൂർണ്ണമായും മനുഷ്യനാണ്. ഈ ഇരട്ട സത്യവും ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിക്കുന്നതും തിരിച്ചറിയുന്നതും തോമസ് ലീഗയാണ്. അക്കാരണം കൊണ്ടും തോമയെ ഇരട്ട എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ തോമയെ ഇരട്ട എന്ന് വിളിക്കാൻ ബയോളജിക്കൽ കാരണങ്ങൾ വേറെ കാണാം, ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ ഒരു ഇരട്ട സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ബൈബിളില്. ബൈബിൾ ഒരു കാര്യത്തിന് ഇരട്ട എന്നോ ബയോളജിക്കൽ കാര്യങ്ങളോ ചരിത്രപരമായ കാര്യങ്ങളോ അങ്ങനെ തന്നെ പകർത്തി എഴുതിയിരിക്കുകയല്ല ബൈബിള്. അതിന് ദൈവശാസ്ത്രപരമായ, അതായത് ദൈവവുമായിട്ടും ക്രിസ്തുവുമായിട്ടും നമ്മളുമായിട്ടും എന്തോ ബന്ധമുണ്ടെങ്കിലേ അത് ബൈബിളിൽ എഴുതൂ. അല്ലാതെ വെറുതെ ചരിത്രമോ ബയോളജിയോ ഒന്നും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമല്ല ഈ തിരുവചനം. തിരുവചനമാണത്, ദൈവത്തിന്റെ വെളിപാടാണ്. അപ്പൊ അത് വളരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു അർത്ഥമുണ്ടെങ്കിൽ അത് തിരുവചനമാകൂ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് തോമസ് ലീഗയാണ് ഈ 2 കാര്യങ്ങളും ഇരട്ട സത്യം എന്ന് പറഞ്ഞത്. ഈശോ ദൈവമാണ്, അവൻ കർത്താവാണ്. ഒരു ഇരട്ട സത്യമാണത്.
അതുപോലെ തന്നെ അവൻ പൂർണ്ണമായും ദൈവമാണ്, പൂർണ്ണമായും മനുഷ്യനാണ്. ഈ ദൈവശാസ്ത്ര സത്യം ആദ്യമായി സ്പഷ്ടമായി വ്യക്തമായി തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചതും തോമസ് ലീഗ ആയതുകൊണ്ടാണ് അവനെ ഇരട്ട എന്ന് വിളിക്കുന്നത്. ദൈവശാസ്ത്രപരമായി ഈശോയുടെ ഇരട്ടയാണ് തോമസ് ലീഗ. അതുകൊണ്ട് വിശുദ്ധ ആഗസ്തീനോസ് ഒരു 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 വ്യാഖ്യാനം നൽകുന്നുണ്ട്. ട്രാക്ടേഴ്സ് ഓൺ ദ ഗോസ്പൽ ഓഫ് ജോൺ എന്ന പുസ്തകത്തില്, എന്ന രചനയില് വിശുദ്ധ ആഗസ്തീനോസ് പറയാണ്, തോമസ് ടച്ച്ഡ് ദ മാൻ ആൻഡ് കൺഫെസ്ഡ് ദ ഗോഡ്. തോമസ് ടച്ച്ഡ് ദ മാൻ ആൻഡ് കൺഫെസ്ഡ് ദ ഗോഡ്. തോമസ് ലീഗ ആ മനുഷ്യനെ തൊട്ടിട്ട്, അവന്റെ വിലാവിൽ വിരലിട്ടിട്ട് അവനെ തൊട്ടിട്ട് ആ ദൈവത്തെ പ്രഖ്യാപിച്ചു. തോമസ് ലീഗ തൊട്ടത്, വിരലിട്ടത് ആ മനുഷ്യന്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിലാണ്. പ്രഖ്യാപിച്ചത് അവൻ ദൈവമാണെന്നാണ്. വളരെ ഗംഭീരമായിട്ടില്ലേ വിശുദ്ധ ആഗസ്തീനോസിന്റെ വ്യാഖ്യാനം? തോമസ് ടച്ച്ഡ് ദ മാൻ ആൻഡ് കൺഫെസ്ഡ് ദ ഗോഡ്. ആ മനുഷ്യനെ തൊട്ടിട്ട് അവൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. ഈശോ എന്ന മനുഷ്യനെ സ്പർശിച്ചിട്ട് ആ ഈശോ ഏകസത്യ ദൈവം ആണെന്ന് പ്രഖ്യാപിച്ചു. അവൻ കർത്താവാണെന്നും പ്രഖ്യാപിച്ചു. പുത്രൻ തമ്പുരാനും ദൈവപിതാവിനും ഒരേ ഒരു ദൈവിക സത്തയാണ് ഉള്ളതെന്ന് ഇതിന്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ ആഗസ്തീനോസ് ഡെവലപ്പ് ചെയ്യുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത്. കോൺസബ്സ്റ്റാൻഷ്യാലിറ്റി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സഭയില് പുത്രൻ തമ്പുരാനും ദൈവപിതാവിനും ഒരേ ഒരു ദൈവിക സത്തയാണ് ഉള്ളതെന്ന്, അതിനെയാണ് കോൺസബ്സ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ ആഗസ്തീനോസ് വികസിപ്പിച്ച് സമർത്ഥിക്കുന്നത്. എന്നിട്ട് നോക്കൂ, ഈ തോമസ് ലീഗ ഈശോയെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ തോമസ് ലീഗയെ തിരുത്തിയോ? അങ്ങനെ നീ പറയരുതെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, അംഗീകരിക്കുകയാണ് ചെയ്തത്. ഈശോ ദൈവവും കർത്താവുമെന്ന് തോമസ് ലീഗ ഏറ്റു പറഞ്ഞപ്പോൾ ഈശോ അംഗീകരിക്കുകയാണ് ചെയ്തത്, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, തിരുത്തടിയല്ല. ഇത് വളരെ പ്രസക്തമാണ്. കാരണം ഈ മാലാഖ, തേജസ്സുള്ള മാലാഖയെ കണ്ടപ്പോൾ യോഹന്നാൻ സ്ലീഹ നമസ്കരിച്ചു വെളിപാട് പുസ്തകത്തില്. അപ്പോൾ ഈ ഉടനെ തന്നെ അങ്ങനെ ചെയ്യരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കാവെന്ന് തിരുത്തുന്നുണ്ട്. 2 പ്രാവശ്യം യോഹന്നാനെ തിരുത്തുന്നുണ്ട് വെളിപാട് പുസ്തകത്തില്. തേജസ്സിൽ മാലാഖയെ കണ്ടപ്പോൾ അത് കർത്താവാണെന്ന് വിചാരിച്ചിട്ടാണ്. യോഹന്നാൻ വിഗ്രഹാരാധകനൊന്നുമല്ല, പക്ഷേ തേജസ്സിൽ മാലാഖയെ കണ്ടപ്പോൾ ആരാധിക്കാൻ വേണ്ടി നമസ്കരിച്ചപ്പോൾ വിലക്കി, അത് ചെയ്യരുത്, മാലാഖയെ ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കരുത്, ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നത് ദൈവത്തെ മാത്രമായിരിക്കണം. അങ്ങനെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ 2 പ്രാവശ്യം തിരുത്തുന്നുണ്ട്. ഇവിടെ ഈശോ തോമസ് ലീഗയെ തിരുത്തുന്നുണ്ടോ? ഇല്ല. എന്തേ? തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല, അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തോമസ് ലീഗ വിശ്വാസത്തിലേക്ക് ഈശോയെ കാണാതെ തന്നെ വരുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈശോ തോമസ് ലീഗയെ തിരുത്താതിരുന്നത്? അവൻ ഈശോയാണ് ദൈവവും കർത്താവെന്ന് പറഞ്ഞപ്പോൾ. കാരണം ഈശോ കർത്താവും ദൈവവുമാണ്. ഈശോ കർത്താവും ദൈവവുമാണ്. അതായത് ക്ഷേമ ഇസ്രായേൽ എന്ന പ്രാർത്ഥനയിൽ ആരെക്കുറിച്ചാണ് ഏറ്റു പറഞ്ഞിരുന്നത്? ആ യാഹ്വേ, ആ ദൈവം, ആ ഏകനായ ദൈവം, അത് ഈശോയാണ്. അതിലൂടെ എന്താണ് തെളിയുന്നത്? ദൈവപിതാവുണ്ട്, പുത്രൻ തമ്പുരാനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്. അങ്ങനെ ഏകസത്യ ദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന സത്യം അത് ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിട്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് തോമസ് ലീഗയുടെ പ്രഖ്യാപനത്തെ കാണുന്നത്. നമ്മളത് കാണണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ ആഴത്തിലേക്ക് നമ്മൾ കേട്ട് തഴമ്പിച്ച് നമുക്ക് ഇതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ട പോലെയാണ്. പക്ഷെ എന്നിട്ട് ആളുകൾ നമ്മിൽ നിന്നൊക്കെ വേറിട്ട് പോയി നമ്മുടെ വീടുകള് ആശയപരമായി ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കാൻ മറുപടി ഇല്ലാതെ നമ്മൾ വിഷമിക്കുക. നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടേണ്ട സമയമാണിത്. ഇപ്പൊ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം അച്ഛന്മാര് പഠിപ്പിക്കും, വികാരിച്ചം പഠിപ്പിക്കും, മെത്രാൻ പഠിപ്പിക്കും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. അവർക്ക് അതിനുള്ള നേരമില്ല, ഒരുപക്ഷെ അവർക്ക് അറിവില്ല, അല്ലെങ്കിൽ അവർ അപകടം തിരിച്ചറിയുന്നില്ല. നമ്മുടെ വിശ്വാസം എന്തുമാത്രം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാകില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ആശ്രയിച്ച് നിൽക്കാതെ നമുക്ക് തിരുവചനങ്ങളിലും സഭയുടെ പാരമ്പര്യങ്ങളിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലും നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളിലൊക്കെ അടിയുറച്ച് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. നമ്മുടെ ബന്ധം ഈ നേതാക്കന്മാരിലൂടെയല്ല, കർത്താവിലൂടെയാണ്, കർത്താവിനോടുമാണ്. അതുകൊണ്ട് ആ ബന്ധം, വൈയക്തിക ബന്ധം, തോമസിലേക്കുണ്ടായ വൈയക്തിക ബന്ധം അല്ലെ. മറ്റു ശിഷ്യന്മാരൊക്കെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞവനാണ് തോമസ് ലീഗ. മറ്റു ശിഷ്യന്മാരെന്താ പറഞ്ഞത്? അയ്യോ, യഹൂദായിൽ പോയ പിന്നെ അവരും നമ്മളെ കൊല്ലും.
കൊല്ലട്ടെ, നമുക്ക് അവന്റെ കൂടെ മരിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞവനാണ് സഹശിഷ്യന്മാരുടെ പറഞ്ഞതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പത്രോസ് അടക്കമുള്ളവര് തോമസ് ലീഗ് സഹശിഷ്യന്മാരാണ്. സഹശിഷ്യന്മാര്, തുല്യതയുള്ളവര്. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാന്ന് വിചാരിച്ചിട്ട് അമിതമായ പ്രാധാന്യം തോമസ് ലീഗ് കൊടുക്കാൻ പോയില്ല. എന്തേ? സഹശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് മരിക്കാൻ വേണ്ടി അവന്റെ കൂടെ പോകാം. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരും കൂടെയുള്ളവരും വികാരിച്ചനും മെത്രാന്മാരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും കർത്താവിനുള്ള വ്യക്തിപരമായ ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റും. വ്യക്തിപരമായ ബന്ധം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോഴാണ് ഈ ധൈര്യം വരുന്നത്. ഈ ധൈര്യം വരുന്നത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്, സത്യവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. നമ്മൾ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ ധൈര്യം ചോർന്നു പോകും. അതുകൊണ്ട് കർത്താവിനെ അല്ലാതെ മറ്റാരെയും പ്രീതിപ്പെടുത്താൻ ഇല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടും എന്നാൽ എല്ലാ അധികാരത്തോടൊക്കെ ബഹുമാനമൊക്കെ വേണം. കർത്താവിനോടുള്ള ഈ അടുപ്പം മറ്റുള്ളവരെ അവമാനിക്കാൻ വേണ്ടിയൊന്നുമല്ല. അധികാര കേന്ദ്രങ്ങളോടൊക്കെ ബഹുമാനം വേണം. ന്യായമായ കാര്യങ്ങളാണോ അവർ പറയുന്നതെങ്കിൽ. പക്ഷെ അവരെ ആശ്രയിച്ചിട്ടല്ല നമ്മുടെ വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ട് ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ചും ഇപ്പോ. കാരണം നമ്മൾ നയിക്കുന്നവർക്ക് അത്ര ബോധ്യങ്ങളില്ല, ഉറച്ച നിലപാടുകളില്ല. അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവുമായിട്ട് കൂടുതൽ അടുപ്പത്തിലായിരിക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് തോമസ് ലീഗ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആ വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.